എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് റോബിന്റെ ഐലാൻഡായ ആ വോഹർ ഐലാൻഡ്, അവിടേക്കിപ്പോ ഡോക്ടർ വേഗോ പങ്ക് ആളെത്തിയിരിക്കുകയാണ്. ആ അപ്പാപ്പൻ ചീഫ് ആർക്കിയോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ കല്ലറ കണ്ട് അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനാണ് ആൾ അവിടേക്ക് കടന്നു വരിക. അപ്പോൾ ആൾ കാണും ദൂരത്തായിട്ട് ആ വലിയ പോണ്ടിൽ അവരവരുടെ ജീവൻ പോലും സാക്രിഫൈസ് ചെയ്ത് ആ ബുക്സുകളെല്ലാം തന്നെ അതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആൾ ആ ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒന്ന് രണ്ട് ജയൻസ് അവറ്റുകൾ ആ കുളത്തിലേക്ക് ചാടി ആ ബുക്സുകളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത് കാണാം. അതാരാണ് കളക്ട് ചെയ്യുന്നത് അറിയാനായിട്ട് വേഗോ പങ്ക് ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ മറഞ്ഞു നിൽക്കും. അടുത്ത നിമിഷം വേഗോ പങ്കിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. നീ ഇത്തരത്തിൽ മറഞ്ഞു നിന്ന ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? അത് കേട്ട് വേഗോ പങ്ക് ആൾ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. മറ്റാരുമല്ല, ലൂഫിയുടെ പപ്പ, സാക്ഷാൽ ഡ്രാഗൺ. ഡ്രാഗൺ എന്ന യങ് ഏജ് ആണ്, വെറും 32 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രായം. വേഗോ പങ്കിന് 33. ഡ്രാഗൺ ആണെങ്കിൽ വേഗോ പങ്കിനോട് പറയും, ആക്ച്വലി ആ സീനിയർ ആർക്കിയോളജിസ്റ്റ് ആൾ എൻ്റെയും നല്ലൊരു ഫ്രണ്ടാണ്. ഞാനും നീ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഈ ബുക്സുകളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത്. ഡോക്ടർ വേഗോ പങ്ക് ആണെങ്കിൽ തീർത്തു പറയും, ഈ ഒരു ബുക്സ് അത് മറ്റാരുടെയും കയ്യിലേക്ക് പോവാൻ ഞാൻ അനുവദിക്കില്ല. അതിന് ഡ്രാഗൺ പറയും, അത് സേഫ് ആയിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോ ആ നേവിയുടെ അസിസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ ഈ ബുക്ക് വന്നാൽ അത് വലിയ കുഴപ്പമാണെന്ന് പറയും. പക്ഷേ ഡോക്ടർ വേഗോ പങ്ക് ആണെങ്കിൽ നിർത്താതെ തർക്കിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഡ്രാഗൺ ദേഷ്യപ്പെട്ടു പറയും, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എൻ്റെ ടീമിൽ ഒന്ന് ചേരാനായിട്ട്, പക്ഷേ നീ അതിന് തയ്യാറാവാതെ സ്വന്തമായിട്ട് തായ്ലാൻഡിലേക്ക് മാറി ഇപ്പൊ നേവിക്ക് അണ്ടറിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ ഈ ബുക്സ് സേഫ് ആയിരിക്കില്ല, നിനക്കൊരിക്കലും ഞാനിത് വിട്ടു തരില്ല. ആക്ച്വലി വേഗോ പങ്കിനാണെങ്കിൽ ഒരുപാട് എക്സ്പെരിമെന്റ് അത് നടത്താനുണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളത് ഗവൺമെന്റിനാണ്. പക്ഷെ ഡ്രാഗൺ ക്രിയേറ്റ് ചെയ്ത അവന്റെ ചെറിയ ഓർഗനൈസേഷൻ, അതിൽ ആൾബലവും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവന്റെ ടീമിൽ ചേരാതെ വേഗോ പങ്ക് അവൻ ബുദ്ധിപരമായിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചതും അവന്റെ എക്സ്പെരിമെന്റ് അത് മുൻപോട്ടേക്ക് കൊണ്ടുപോയതും. വേഗോ പങ്ക് ആണെങ്കിൽ ഇപ്പൊ ഡ്രാഗനോട് പറയും, സത്യത്തിൽ നേവിക്ക് നിന്നെപ്പോലുള്ള ധീരന്മാരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമാണ്. നീയും എന്നോടൊപ്പം നേവിയിൽ ചേരണം. അത് കേട്ട് അവന്റെ കൺട്രോൾ പോവും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കും? ഈ ഒരു വോഹർ ഐലാൻഡ് അത് മുഴുവനും നശിപ്പിച്ചത് നേവിയാണ്. ഒന്നും അറിയാത്ത ഒരുപാട് ജനങ്ങളെ അവർ ചുട്ടരിച്ചു. അവർ ചെയ്തത് വലിയ നീതികേടാണ്. ആ ചീഫ് ആർക്കിയോളജിസ്റ്റ് എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവരില്ലാതാക്കി. അദ്ദേഹം ശരിക്കും നമുക്ക് വലിയൊരു ഗിഫ്റ്റായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത്. അതിന് തീർച്ചയായിട്ടും ഞാൻ പകരം ചോദിക്കും. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ വലിയ ടീം അവരുപയോഗിച്ച് ഞാൻ നേവിക്കെതിരെ യുദ്ധം ചെയ്യും. അത് കേട്ട് വേഗോ പങ്ക് അവൻ ഷോക്കാവുകയാണ്. നീ എന്തായി പറയണേ? വലിയൊരു യുദ്ധത്തിന്, അതും നേവി ആയിട്ട് നീ തയ്യാറെടുക്കുകയാണോ? അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു വർഷത്തിന് ശേഷം ഡ്രാഗൺ ആണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഓർഗനൈസേഷൻ അത് ക്രിയേറ്റ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ആള് ഇവാക്കോ, രണ്ടാമത്തെ ആള് കൂമ. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഡോക്ടർ വേഗോ പങ്ക് പറയും, ലാസ്റ്റ് ടൈം സബോർഡിനേറ്റ് ആർക്കിപലകത്തില് കൂമ നിങ്ങളെ അറിഞ്ഞുകൊണ്ടല്ല അറ്റാക്ക് ചെയ്തത്. വേഗോ പങ്ക് അവനെ ഒരു സൈബോർക്കാക്കി മാറ്റി. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. റോബിൻ ആണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട് ഒരുപാട് അത്ഭുതം തോന്നും. ഡോക്ടർ വേഗോ പങ്ക് പറയും, സത്യത്തിൽ ഞാൻ ഡ്രാഗനെ ഒറ്റിക്കൊടുക്കാനോ ചതിക്കാനോ ഒന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ബുക്സ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തി. ഒരു ജയന്റ് ആണ് ആ ബുക്സുകൾക്ക് കാവൽ നിന്നത്. അവന്റെ പെർമിഷനോട് കൂടെ ആ ബുക്സുകൾ ഒന്നൊന്നായിട്ട് ഞാൻ വായിച്ചു മനസ്സിലാക്കി ഓരോരോ കാര്യങ്ങൾ ഗ്രഹിച്ചു. അതിനുശേഷം ആ ബുക്കിലുള്ള കാര്യങ്ങൾ അതൊന്നൊന്നാക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ എക്സ്പെരിമെന്റ് അത് സ്റ്റാർട്ട് ചെയ്തത്. റോബിൻ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് കരയാനായിട്ട് തുടങ്ങും. അതിനുശേഷം അവൾ ഒരേ ഒരു ചോദ്യം ഇപ്പൊ വേഗോ പങ്കിനോട് ചോദിക്കും, ആ ഒരു ബുക്സിനെല്ലാം കാവലിരിക്കുന്ന ജയന്റ് അവനല്ലേ എന്നെ ലാസ്റ്റ് ടൈം സേവ് ചെയ്തത്? അതിന് വേഗോ പങ്ക് പറയും, അതെ അവൻ തന്നെയാണ്. അത് കേട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. വേഗോ പങ്ക് ആണെങ്കിൽ ഇപ്പൊ അവരെ കൺട്രോൾ ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എനിക്ക് ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ലൂഫി, അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കാൻ. സാഞ്ചി എങ്ങനെയാണ് എയർവാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അവനങ്ങനെ സ്കൈല് എൻജോയ് ചെയ്യാണ്. വേഗോ പങ്ക് ആണെങ്കിൽ അവന്റെ എക്സ്പീരിയൻസ് ചോദിക്കും. അതിന് ലൂഫി പറയും, വാവ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ആണെങ്കിൽ ഡോക്ടറിന് തന്നെ തുറച്ചു നോക്കും. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ തല അത് വളരെ വലുതായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ തല അത് ചെറുതായിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചോ? അതിന് ഡോക്ടർ വേഗോ പങ്ക് ആള് ചിരിക്കും.
ആക്ച്വലി എൻ്റെ പവർ ബ്രെയിൻ ഫ്രൂട്ടിൻ്റെ പവറാണ്. എന്നെക്കൊണ്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാസ്പ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അങ്ങനെ ഞാൻ എത്രത്തോളം നോളജ് അക്വയർ ചെയ്യുന്നോ അത്രത്തോളം എൻ്റെ ബ്രെയിൻ വളർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ബ്രെയിൻ അങ്ങനെ വളർന്ന് എനിക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ലെവലിൽ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രെയിൻ അത് വെട്ടിക്കളഞ്ഞത്. ഇപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവനോ ശരീരത്തിനോ യാതൊരു ആപത്തുമില്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, ചെയ്യുന്നു. എൻ്റെ തലയെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രെയിനുള്ള ആള് അത് ഞാനാണെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഹായ് ആയിട്ട് നിൽക്കും. ഡോക്ടർ ആണെങ്കിൽ ദൂരത്തായിട്ട് പങ്ക് റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കും. ആക്ച്വലി അതാണ് എൻ്റെ ബ്രെയിൻ. ഞാൻ കളക്ട് ചെയ്ത ഡാറ്റാസ് എല്ലാം അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ തലയിലുള്ള ആപ്പിള് അതൊരു ആന്റിനയാണ്. അതുവഴിയാണ് ഞാൻ എൻ്റെ ബ്രെയിനിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ മൊബൈൽ ഇന്റർനെറ്റ് അതെങ്ങനെ ഉപയോഗിക്കുമോ അതുപോലെ തന്നെയാണ് ആളുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻസ് അത് ആവശ്യാനുസരണം ഉപയോഗിക്കുക. ചോപ്പർ ആണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് മെഡിക്കൽ നോളജ് ഉണ്ടോ ചോദിക്കും. അതിനാൾ പറയും എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ മെഡിസിനെ കുറിച്ചും എല്ലാ ഡിസീസിനെ കുറിച്ചും അതിൻ്റെ ക്യൂറിങ് വിദ്യകളും നന്നായിട്ട് അറിയാം. നിങ്ങൾ കണ്ട അറ്റ്ലസ് പെണ്ണ് അതുപോലെ 6 ക്ലൗൺസ് എനിക്കുണ്ട്. അവരാണ് എൻ്റെ അസിസ്റ്റൻസ്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഓ അപ്പോൾ നിങ്ങളെ കൊണ്ട് ക്ലൗൺസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും നിഞ്ചയാണോ ചോദിക്കും. ഡോക്ടർ ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച് 6 ക്ലൗൺസുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. 6 പേർക്കും ഡിഫറെൻറ്റ് കഴിവും എബിലിറ്റിയും ആണ്. അവർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ബ്രെയിനിലാണ് സ്റ്റോർ ആവുക. അവരുടെ നേച്ചറും ബിഹേവിയറൽ സ്കില്ലും അവരുടെ എയിമും അതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. അതെല്ലാം തന്നെ കമ്പൈൻ ചെയ്താണ് ഞാൻ എൻ്റെ നോളജ് അത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ പരസ്പരം കണക്ടിവിറ്റി ഉണ്ട്. അതുപയോഗിച്ചാണ് അവരെല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നതും പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷെ ലൂഫിക്ക് മാത്രം അതത്ര കണക്റ്റ് ആവില്ല. ആക്ച്വലി ഷക്ക അവൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞത് അവൻ ആ വോഹർ ഐലാൻഡിലേക്ക് പോയിരുന്നു എന്നാണ്. ആക്ച്വലി അവിടേക്ക് പോയത് ഡോക്ടറാണ്. സോ ആളുടെ മെമ്മറിയിൽ ഇവരെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവരാണ് അവിടേക്ക് പോയത് എന്നുള്ളൊരു കാര്യമാണ് അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിരിക്കുന്നത്. സത്യത്തിൽ ഡോക്ടറുടെ എയിമും അത് തന്നെയാണ്. ഈ ലോകത്തിലുള്ളവരുടെ എല്ലാവരുടെയും ബ്രെയിനുമായിട്ട് ആളുടെ ഈ ബ്രെയിൻ അത് കണക്ട് ചെയ്യുക. അങ്ങനെ വന്ന അവർക്ക് എല്ലാവർക്കും ഒരുപാട് നോളജ് കിട്ടും. മാത്രമല്ല അവരുടെ എല്ലാവരുടെയും നോളജ് അത് ഡോക്ടറിന് ലഭിക്കും. ഡോക്ടറിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അവ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. കാരണം അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മെഡിക്കൽ നോളജ് അവനെ കൊണ്ട് അക്വയർ ചെയ്യാനായിട്ട് കഴിയും. സമയം ഇവിടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ആ ഫെയിലിയർ ആയിട്ടുള്ള ബീം പവർ അത് കയ്യിലെടുക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പപ്പയെ ഒരു സൈബോർക്കാക്കി മാറ്റും. ഇതിൽ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ബീം ഇപ്പോൾ അവർ നേരെ നീട്ടുകയാണ്. ഡോക്ടറാണെങ്കിൽ വിളിച്ചു പറയും ഓ നോ അത് ആക്ച്വലി ഒരു ഫെയിലിയർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അത് നീ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷെ അവളാണെങ്കിൽ അത് ടച്ച് ചെയ്ത് നോക്കും. നല്ല ഹീറ്റ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇതുപയോഗിച്ച് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യും. ജിംബൈ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നീ ഇപ്പൊ അവനെ കൊന്നു കളഞ്ഞ ഇവന്റെ അസിസ്റ്റൻസ് അവര് നമ്മളെ ഇല്ലാതാക്കും. സോ ദയവ് ചെയ്ത് നീ അവനെ കൊല്ലാൻ പാടില്ല. പക്ഷെ അവള് ടീം പവറുമായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം ഡോക്ടർ വിളിച്ചു പറയും അത് ആക്ച്വലി ഫെയിലിയർ എക്സ്പെരിമെന്റ് ആണ്. അത് നീ ഉപയോഗിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള ആ ഒരു ഇൻസെക്റ്റുകൾ മുഴുവൻ അതിൽ അട്രാക്റ്റഡ് ആയി ഇവിടേക്ക് വരും. അവനത് പറയേണ്ട താമസം ഒരുപാട് ഇൻസെക്റ്റുകൾ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഷക്ക അവനാണെങ്കിൽ നമ്മുടെ ലൂഫിയാൻ ടീമിനെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ ഒരു വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. കാണിക്കുന്ന വിഷ്വൽ അത് മറ്റാരുടെ അല്ല. അവരാണെങ്കിൽ ഹായ് ആയിട്ട് ആ ഇൻസെക്റ്റുകളൊക്കെ തല്ലിക്കൊന്ന് അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ മൊമൻഡോസ്കിയുടെ ഐലാൻഡിൽ നടന്ന കാര്യങ്ങൾ അതൊന്നായിട്ട് അവനോട് ചോദിക്കും. ലൂഫി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറയും. അതിലൂടെ ഡോക്ടർ മനസ്സിലാക്കും ആള് ക്രിയേറ്റ് ചെയ്ത കൈഡോടെ ആ ഒരു ഡെവൽ ഫ്രൂട്ട് അത് കഴിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ മൊമൻഡോസ്കിയാണ്. ഡോക്ടർ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ അത് ആക്ച്വലി ഒരു ഫെയിലിയർ ഡെവൽ ഫ്രൂട്ട് ആണ്. അതിൽ ലൂഫി പറയും അയ്യോ അല്ല കൈഡോ യൂസ് ചെയ്യുന്ന എല്ലാ പവറും മൊമൻഡോസ്കിക്കും ഇപ്പൊ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് ഡോക്ടർ ചോദിക്കും അവന്റെ ആ ഒരു ഡ്രാഗൺ ഫോമിലെ കളർ അതെന്താണ്? അത് ലൂഫി പറയും പിങ്ക് കളർ. ഓ നോ ആണ് ഞാൻ പറഞ്ഞ ഡിഫക്റ്റ്. അതിന്റെ കളർ അത് പിങ്ക് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ്. ലൂഫിക്കും ടീമിനും അത് കേട്ട് ചത്താ മതിയെന്നാവും. അതിന് ഒരു ഡിഫക്റ്റ് എന്ന് പറയാൻ കഴിയോ? അങ്ങനെ വണ്ടടിച്ച് പരസ്പരം ചോദിക്കും. ലൂഫിക്കാണെങ്കിൽ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഡോക്ടർ വേഗോഫ് പങ്ക് ആളെല്ലാ കാര്യത്തിനും വളരെ പെർഫെക്റ്റ് ആണ്. ലൂഫി ആണെങ്കിൽ ആ ജയന്റ് റോബോട്ടിനെ ചൂണ്ടിക്കാണിക്കും. നീ ഉണ്ടാക്കിയ റോബോട്ടല്ലേ ദയവ് ചെയ്ത് ഇതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കാണിക്ക്. ഒരുപാട് സമയമായി ഞങ്ങളതിന് ശ്രമിക്കുന്നു. അപ്പോൾ അതേ സമയം CP0 അതാണെങ്കിൽ ഇപ്പോൾ ഐലാൻഡ് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം വേഗോഫ് പങ്കിനെ ഇല്ലാതാക്കുക എന്നാണ്. ഒരുപാട് റോബോട്ട്സ് അവിടേക്ക് എത്തി അവരെ തടയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.